ഹലോ ഫ്രണ്ട്സ്. നമ്മളിന്ന് നമ്മളുടെ അനിമൽ കിങ്ഡത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് പോവാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ 2 ഫൈലത്തിനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ. രണ്ടാം ഭാഗത്തിലോ നമ്മൾ കുറച്ച് ഫൈലംസും കൂടി അനലിയുടെ വരെയുള്ള എല്ലാ ഫൈലംസും നോക്കി ഇല്ലേ. ഇന്ന് നമ്മൾ 4 ഫൈലത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റുകളാണ്. ഓക്കെ, നമുക്കറിയാവുന്ന എല്ലാ ഇൻസെക്റ്റുകളും ഈ ആർത്രോപോഡയിൽ വരും. അതേപോലെ തന്നെ ലാർജസ്റ്റ് ഫൈലം, അനിമൽ കിങ്ഡത്തിൽ ഏറ്റവും ലാർജസ്റ്റ് ഫൈലവും ആർത്രോപോഡയാണ്. എല്ലാ അനിമൽസിനെയും നമ്മൾ 3 ഭാഗമാക്കിയാൽ അതിൽ 2 ഭാഗവും ഈ ഇൻസെക്റ്റുകളായിരിക്കും. ബയലാട്രലി സിമെട്രിക്കലാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്, പിന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനും അസിലോമേറ്റ്സും ആണ്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഉള്ളിലല്ലേ സ്കെലട്ടൺ ഉള്ളത്, ഇവർക്ക് എക്സോസ്കെൽട്ടൺ ആണ്. അതായത് ബോഡി കവർ ചെയ്തുകൊണ്ട് ഒരു കൈറ്റിൻ എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടുണ്ടാക്കിയ ഒരു എക്സോസ്കെൽട്ടൺ ഉണ്ട്. പിന്നെ ഈ ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ഈ പേര് വരാൻ കാരണം എന്താ അറിയോ? ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ തന്നെ ജോയിൻറ്റഡ് ലെഗ്സ് അല്ലെങ്കിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്നാണ്. ആർത്രോപോഡയുടെ കാലുകൾ, അതായത് ഇൻസെക്റ്റുകളുടെ അപ്പൻഡേജ്, കൈയും കാലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് വന്നത് ആർത്രോപോഡ. പിന്നെ അടുത്ത സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. പിന്നെ ഇവർക്ക് ഒരു ബാലൻസിങ് ഓർഗൻ, അതായത് ബാലൻസിങ്ങും ഓറിയൻറ്റേഷനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർക്കുള്ള ഒരു സ്പെഷ്യൽ ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണേ, അത് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ നമ്മളുടെ കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ ആണ്. ഇവർക്ക് ഹാർഡായിട്ടുള്ള റെസിസ്റ്റൻ്റ്, വാട്ടർ ലോസ് ഒന്നും ഉണ്ടാവാണ്ട്, ബോഡിയിൽ നിന്ന് വാട്ടർ ലോസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നത് ഈ എക്സോസ്കെൽട്ടൺ ആണ്. പിന്നെ ഇവരുടെ ബോഡീനെ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. ഇവരുടെ ബോഡീനെ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണും ആൻറ്റീനയും ഒക്കെ ഉള്ള ഒരു ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഹണി ബി, കോക്രോച്ച് അതിനൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ അവരുടെ ഹെഡ് റീജിയൻ. പിന്നെ അബ്ഡോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻഭാഗമാണ്, ലാസ്റ്റ് ഭാഗമില്ലേ ആ ഭാഗമാണ്. തൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പോർഷൻ, ഈ വിങ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ മിഡിൽ പോർഷനില്ലേ, അതാണ് തൊറാക്സ് എന്ന് പറയുന്നത്. പിന്നെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ട്രക്കിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഗിൽസ്, അല്ലെങ്കിൽ ബുക്ക് ലങ്സ്, അങ്ങനെ പലതരത്തിലോ. ഇവരുടെ ഐസ് സിമ്പിൾ ഐസോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഐസോ ആയിരിക്കാം. പിന്നെ ഇവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഓരോ ഫൈലത്തിലും സ്പെഷ്യലായിട്ടുള്ള എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെ ആർത്രോപോഡയിലുള്ളതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മോസ്റ്റ്ലി ഡൈഷ്യസ് ആയിരിക്കും. പിന്നെ ഓവിപാരസ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ആർത്രോപോഡിക്കുണ്ട്. നമുക്കറിയാവുന്ന എല്ലാ ഇൻസെക്റ്റും ഇതിൽ വരുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന എക്സാമ്പിളിനെ 3 കാറ്റഗറി ആയിട്ട് മെയിനായിട്ട് പറയാൻ പറ്റും. ഒന്ന് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് എക്കണോമിക്കലി ആവശ്യം വരുന്നത്, ഇപ്പോൾ പട്ടുനൂൽ പുഴു ഇല്ലേ, ബോംബിക്സ്, അത് നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഹണി കിട്ടുന്ന ഹണി ബി അഥവാ എപ്പീസ്. പിന്നെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ പരത്തുന്ന ഇൻസെക്റ്റുകളുണ്ടല്ലോ, കൊതുകൊക്കെ പോലെ. അതിൽ തന്നെ എനോഫിലസ് മൊസ്കിറ്റോ വരും, ക്യൂലെക്സ് വരും, ഏഡിസ് വരും, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പെസ്റ്റായിട്ട് വരുന്നതാണ് ഈ ലോക്കസ്റ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവരിലുള്ള ഒരു ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ നടക്കുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ എവല്യൂഷൻ നടക്കുന്തോറും ഒരു മാറ്റവും വരാതെ, അതായത് ഫസ്റ്റ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വലിയ മാറ്റമൊന്നും വരാണ്ട് ഇപ്പോഴും കാണപ്പെടുന്ന അനിമൽസിനെയാണ് നമ്മൾ ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഈ ആർത്രോപോഡയിലുണ്ട്, അതാണ് കിങ് ക്രാബ് അഥവാ ലിമുലസ്. അടുത്ത ഫൈൽ എന്ന് പറയുന്നത് മൊലുസ്കയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലാണ് മൊലുസ്ക എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ടെറസ്ട്രിയൽ ആയിരിക്കും അല്ലെങ്കിൽ അക്വാറ്റിക് ആയിരിക്കും. അക്വാറ്റിക് ആണെങ്കിൽ തന്നെ ഒന്നില്ലെങ്കിൽ മറൈൻ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആയിരിക്കും. പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതേപോലെ ബയലാട്രലി സിമെട്രിക്കൽ ആണ്, സീലോമീറ്റ്സ് ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അൺസെഗ്മെൻറ്റഡ് ബോഡി ആയിരിക്കും. പക്ഷേ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെഗ്മെൻറ്റ്സ് അല്ല, പക്ഷെ ബോഡിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹെഡ്, മസ്കുലാർ ഫൂട്ട്, അതേപോലെ വിസറൽ ഹമ്പ്, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു കാൽക്കാരിയസ് ഷെല്ല് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ കാൽക്കാരിയസ് ഷെല്ല് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ബോഡീനെ നമ്മൾ എങ്ങനെ തിരിക്കുന്ന പറഞ്ഞ് ഹെഡ്, മസ്കുലർ ഫൂട്ട്, അതേപോലെ വിസറൽ ഹമ്പ്. ഇതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് കുറേയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒക്ടോപ്പസ്, അതേപോലെ സ്നെയിൽ, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മൊലസ്കയുടെ റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് ചെയ്യുന്നത് ഫെദർ പോലെയുള്ള ഗിൽസ് കൊണ്ടാണ്. ഓക്കെ, ഈ ഗിൽസ് എവിടെ ഉണ്ടാവുമെന്ന് അറിയോ? നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവർക്കൊരു കാൽക്കാരിയസ് ഷെല്ല് ഉണ്ടായിരിക്കുന്നത്. ഈ വിസറൽ ഹമ്പിൻ്റെ മേലെ, ഓക്കെ, ഈ വിസറൽ ഹമ്പിൻ്റെ മേലെ ഒരു ബോഡി വാള് പോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി സ്കിൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മാൻഡിൽ എന്ന് പറയുന്നത്. വിസറൽ ഹമ്പിൻ്റെ മേലെ ഒരു ബോഡി വാള് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി സ്കിൻ. അപ്പോൾ ഈ മാൻഡിലിനും വിസറൽ ഹമ്പിനും, അല്ലെങ്കിൽ ഈ മാൻഡിലിനും വിസറൽ ഹമ്പിനും ഇടയിലുള്ളൊരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയിലാണ് നമ്മളുടെ ഈ ഫെദർ ലൈക്ക് ഗിൽസ് കാണുന്നത്. ഈ മാൻഡിലിനും വിസറൽ ഹമ്പിനും ഇടയിലുള്ള ക്യാവിറ്റീനെ നമ്മൾ മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇവർ ഡയേഷ്യസ് ആയിരിക്കും, ഒവിപാരസ് ആയിരിക്കും വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാവുന്ന എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞില്ലേ, പൈല, അത് ആപ്പിൾ സ്നെയിലാണ്. പിന്നെ ഒക്ടോപ്പസ്, സ്ക്വിഡ്, സെപ്പിയ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇവരിൽ എക്കണോമിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പിങ്ക്റ്റഡ അഥവാ പേൾ ഓയിസ്റ്റർ. നമുക്ക് മുത്ത് കിട്ടുന്നില്ലേ. പിന്നെ ഇവർക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ട്രക്ചർ, ഇവരുടെ ഫുഡ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ് റാഡുല എന്ന് പറയുന്നത്. ഒരു റാസ്പിംഗ് ഓർഗനാണ്, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാസ്പിംഗ് ഓർഗൻ. ആ ഫിഗർ കണ്ടോ? ഫിഗറിൽ റാഡുലയാണ്, താഴത്തുള്ള ഫിഗറിൽ റാഡുലയാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കിനോഡെർമേറ്റ. ഓക്കെ, ഈ എക്കിനോഡെർമേറ്റയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവർക്ക് എൻഡോസ്കെൽട്ടൺ ഉണ്ട്. അതേപോലെ ഇവരുടെ പേര് വന്നത് എങ്ങനെയാണെന്നറിയോ? ഈ പേര് തന്നെ എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനി ബോഡി എന്നാണ് അർത്ഥം. അതായത് കുറേ സ്പൈനുള്ള ബോഡി. നമ്മളുടെ സ്റ്റാർ ഫിഷ് ഒരു എക്കിനോഡെർമാണ് കേട്ടോ. അപ്പോൾ സ്പൈനായിട്ടുള്ള കാൽക്കാരിയസ് ആയിട്ടുള്ള എൻഡോസ്കെൽട്ടൺ ഉണ്ടായിരിക്കും. എല്ലാം മറൈൻ ഓർഗൻസ് ആണ് വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഇവർക്കൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവരിൽ അഡൾട്ട്സ് എല്ലാം റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കും, പക്ഷേ ലാർവെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. എന്താല്ലേ, അഡൾട്ട് എല്ലാം റേഡിയലി സിമെട്രിക്കലും ലാർവെ ബൈലാറ്ററലി സിമെട്രിക്കലും. അതേപോലെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. എൻഡോസ്കെൽട്ടൺ കാൽക്കാരിയസ് ഓസിക്കിൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ പറഞ്ഞില്ലേ സ്പൈനി ബോഡി, സ്പൈനി എൻഡോസ്കെൽട്ടൺ, എക്കിനോഡെർമേറ്റ. യെസ്. പിന്നെ മൗത്ത് പ്രസൻ്റ് ആണ്, അത് വെൻട്രൽ സൈഡിൽ, ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ് മൗത്ത് ഉണ്ടാവുക. അതേപോലെ ആനസ് ഡോസൽ സൈഡിലും. അപ്പോൾ മൗത്തും ആനസും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജഷൻ ആണെന്നല്ലേ. പിന്നെ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. അത് ഫീഡിങ്ങിനും ലോക്കോമോഷനും റെസ്പിറേഷനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ സിസ്റ്റമാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഇതേപോലൊരു സിസ്റ്റം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, വാട്ടർ കനാൽ സിസ്റ്റം. അതെവിടെയായിരുന്നു? ഫസ്റ്റ് ഫൈലം പോറിഫെറയിൽ. മാറിപ്പോരുത് കേട്ടോ. പിന്നെ ഇവർ ഡയേഷ്യസ് ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. നമ്മൾ പറഞ്ഞില്ലേ ലാർവയുണ്ട്, അപ്പോൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഇവർക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഫിഷ്, സീ ലില്ലി, ബ്രിട്ടിൽ സ്റ്റാർ, സീ അർച്ചിൻ, അവരൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതിൽ ലാസ്റ്റ് ഫൈലാണ് ഹെമികോർഡേറ്റ. ഈ ഹെമികോർഡേറ്റയെ ഫസ്റ്റ് നമ്മൾ ഈ പേരിൽ തന്നെ അല്ലേ ഹെമികോർഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് ഫൈലായിട്ടുള്ള കോർഡേറ്റയായിട്ടൊരു ബന്ധം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യമൊക്കെ വല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഈ ഹെമികോർഡേറ്റയെ കോർഡേറ്റയുടെ താഴെയുള്ള ഒരു സബ് ഫൈലുമായിട്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇത് വേറെ സെപ്പറേറ്റ് ഫൈലാണെന്നുള്ളത്. അങ്ങനെ നമ്മൾക്കങ്ങനെ കോർഡേറ്റയായിട്ടൊരു എന്താ പറയുക ഒരു സിമിലാരിറ്റി തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ടോകോഡ് പോലെയുള്ള, അതായത് നോട്ടോകോഡ് പോലുള്ളൊരു റുഡിമെൻ്ററി സ്ട്രക്ചർ ഇവരുടെ ശരീരത്തിൽ കാണാൻ പറ്റിയിരുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റോമോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോമോകോഡിൻ്റെ പ്രസൻസ് കാരണമാണ് പണ്ട് ഇവരേനെ ഒരു സബ് ഫൈലോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ഫൈലോ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ 10ാമത്തെ ഫൈലം ഹെമികോർഡേറ്റ. ഇവർ സ്മാൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് അനിമൽസ് ആണ്. ഓക്കെ, വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് വേം ലൈക്ക് അനിമൽസ് ഉള്ളത്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. ഓഫ് കോഴ്സ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ബോഡി ആയിരിക്കും. ഈ ബോഡീനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് പ്രൊബോസിസ്,
ഈ പ്രൊബോസിസ് ആണ് മേലെ ടോപ്പ് ഭാഗമല്ലേ, ഹെഡിൻ്റെ ഭാഗം അവിടെ. പിന്നെ കോളാർ, പിന്നെ ട്രങ്ക്. ഇങ്ങനെ മൂന്നായിട്ട് പ്രൊബോസിസ്, കോളാർ ആൻഡ് ലോങ് ട്രങ്ക്. ഇത്രയും നമുക്ക് ഇവരുടെ ശരീരത്തിന് തിരിക്കാൻ പറ്റും. പിന്നെ ഗിൽസ് പ്രസൻ്റ് ആണ്. സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പാണ്, ഡൈഷ്യസ് ആണ്. അതേപോലെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഈ പ്രൊബോസിയസ് ഗ്ലാൻഡ്, ഒരു പ്രൊബോഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. നമുക്ക് 2 എക്സാമ്പിളെ മെയിനായിട്ട് പഠിക്കാനുള്ളൂ. ഒന്ന് ബെലാനോഗ്ലോസിസും പിന്നെ ഒന്ന് സാക്കോഗ്ലോസിസും. അതിൻ്റെ ഇമേജസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ 4 ഫയലേ നോക്കിയിട്ടുള്ളൂ.